ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഗ്രാമറിൻ്റെ പ്രൊപ്പോസിഷനും പിന്നെ കൈൻഡ് ഓഫ് പ്രൊപ്പോസിഷനുമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കപ്പോൾ നോക്കാം പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഗതിയാണ്. അപ്പോൾ എ പ്രൊപ്പോസിഷൻ ഈസ് ദി വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രനൗൺ. പ്രൊപ്പോസിഷൻ വന്നിട്ട് അതൊരു വേർഡാണ്. അത് നൗണിൻ്റെയും പ്രനൗണിൻ്റെയും മുമ്പായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. മുമ്പായിട്ട് വരുന്നതാണ്. പിന്നെ ടു ഷോ ഇറ്റ്സ് റിലേഷൻ വിത്ത് ദി അതർ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്, അതായത് വേറെ പാർട്ട് ഓഫ് ദ സെൻറ്റൻസിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തത്. അത് ഫോം ചെയ്യുമ്പോഴാണ് നമുക്കത് റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആ സെൻറ്റൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിന് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഈസ് ഇൻ എസ് റൂം, അവൻ്റെ റൂമിലാണ് എന്ന് വെച്ചാൽ ദ പ്രൊപ്പോസിഷൻസ് ഇൻ ഷോസ്, പ്രൊപ്പോസിഷൻ്റെ ഇന്ന് കാണിക്കുന്നത് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി സബ്ജക്റ്റ് ആൻഡ് ഹി ആൻഡ് ഇസ് റൂം. ഹി ആൻഡ് ഇസ് റൂം, പിന്നെ അതിൻ്റെ ഇടയ്ക്കാണല്ലോ വരുന്നത് ഇന്ന്. അപ്പോൾ ഇന്ന് ചേരുമ്പോഴാണ് ഈസ് ഇസ് റൂം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു മീനിങ് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ ഈ ഈസ് ഇൻ എസ് റൂം എന്ന് പറഞ്ഞാൽ ഇന്നും കൂടി ചേരുന്നത്, അതിങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് നൗണിൻ്റെ മുന്നിലായിട്ട് ആദ്യം വരുന്നതാണ് നമ്മൾ ഈ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ദെർ ഈസ് എ പെൻ ഓൺ ദ ടേബിൾ, ആ മേശപ്പുറത്ത് പേന ഉണ്ടായിരുന്നു. ദറ്റ് ഈസ് ഫോർ മീ, അത് എനിക്കുള്ളതാണ്. അതിൻ്റെ നമുക്ക് നോക്കാം കൈൻഡ് ഓഫ് പ്രൊപ്പോസിഷൻ. അതിൻ്റെ 3 കൈൻഡ്സ് ഉണ്ട്. ഏതൊക്കെ രീതിയിലെ പ്രൊപ്പോസിഷൻ പല രീതിയിലുണ്ട്, അത് ഏതൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിമ്പിൾ പ്രൊപ്പോസിഷൻ. അതെന്ന് വെച്ചാൽ അതിൽ വരുന്നത് ചെറിയ ചെറിയ വേർഡ്സാണ് വരുന്നത് സിമ്പിൾ പ്രൊപ്പോസിഷൻ. അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് അറ്റ്, ബൈ, ഫോർ, ഫ്രം, ഇൻ, ഓഫ്, ഓൺ, ഔട്ട്, ത്രൂ, ടിൽ, ടു, അപ്പ്, വിത്ത്, ആഫ്റ്റർ, അണ്ടർ. ഇത്രേപോലത്തെ ചെറിയ ചെറിയ വേർഡ്സിനെയാണ് നമ്മൾ സിമ്പിൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പോസിഷൻ്റെ കൂടെ ചേരുമ്പോഴാണ് നമുക്ക് പ്രൊപ്പോസിഷൻസിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നോക്കാം എന്താണെന്ന്. അതിൽ വരുന്ന വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ എബൌട്ട്, എബോവ്, അക്രോസ്, എഗെയിൻസ്റ്റ്, എലോങ്, എമോങ്, എമോങ്സ്റ്റ്, അറൗണ്ട്, ബിഫോർ, ബിഹൈൻഡ്, ബിലോ. ഇതുപോലത്തെയൊക്കെ ഇത്തരം കുറച്ച് വലിയ വേർഡ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഫോം ചെയ്യുമ്പോഴാണ് ചില മീനിങ് ഒക്കെ നമുക്ക് ശരിയായിട്ട് സെൻറ്റൻസ് ഒക്കെ ശരിയായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം. ബിനീത്ത്, ബിസൈഡ്, ബിറ്റ്വീൻ, ബിഹൈൻഡ്, ടുവേർഡ്സ്, വിത്തിൻ, അണ്ടർ എർത്ത്, ഇൻസൈഡ്, ഔട്ട്സൈഡ്. ഇത്രയൊക്കെയാണ് നമ്മൾ കോമൺ പ്രൊപ്പോസിഷനിൽ വരുന്നത്. നമുക്ക് അടുത്തത് ഫ്രേസസ് പ്രൊപ്പോസിഷൻ നോക്കാം. അതിൽ വരുന്നത് അക്കോർഡിംഗ് ടു, എലോങ് വിത്ത്, ആൾവേസ്, ഫ്രം, ബിക്കോസ് ഓഫ്, ബൈ മീൻസ് ഓഫ്, ബൈ വേ ഓഫ്, ഫോർ ദ സേക്ക് ഓഫ്, ഇൻ അഡീഷൻ ടു, ഇൻ കണക്ഷൻ വിത്ത്, ഇൻ ദി കോസ്റ്റ് ഓഫ്, ഇൻ ഫേവർ ഓഫ്, ഇൻ ഫ്രണ്ട് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, in split of, on behalf of, owing to, with reference to, in accordance with, in behalf of, in case of, in order through, in the events of, on account of, with an eyes to, with regards to. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് ഫ്രേസസ് പ്രൊപ്പോസിഷൻ. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഇച്ചിരി വലിയ വേർഡ്സാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്നത്. ചില ഇൻ ഫേവർ ഓഫ് അങ്ങനെയൊക്കെ 2-3 വേർഡും കൂടി ചേരുമ്പോഴാണ് ഇത് ഫ്രേസസ് പ്രൊപ്പോസിഷൻ ആവുന്നത്. ഇത്രയും ഒന്നിച്ചുള്ള വേർഡ്സിൽ വരുന്നതാണ് നമ്മൾ ഇൻ ഫേവർ ഓഫ് അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല ഇംഗ്ലീഷിൽ. ഓൺ ബിഹാഫ് ഓഫ് ഹിം അങ്ങനെയൊക്കെ പറയത്തില്ല. അപ്പോൾ ഒരു ഇതായിട്ടാണ് സെൻറ്റൻസ് ആയിട്ടാണ് വരുന്നത്. ഇതൊന്നിച്ച് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നിച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതാണ് ഫ്രേസസ് പ്രൊപ്പോസിഷൻ എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളെൻ്റെ പുതിയ ചാനലായ കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പിന്നെ അക്കൗണ്ടൻസി ടിപ്സുമാണ് അതിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കയറി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.